2024 യൂണിസെഫ് ഗ്ലോബൽ റിപ്പോർട്ട് ഓൺ ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ അനുസരിച്ചിട്ട് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ കിട്ടുന്ന കുട്ടികളിൽ അവരുടെ ഡെവലപ്മെന്റ് കറക്റ്റ് ട്രാക്കിൽ പോകാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ കുട്ടികളിൽ ലാംഗ്വേജ് സ്കിൽസ്, കോൺഫിഡൻസ്, അതുപോലെ തന്നെ പഠനശേഷി എല്ലാം കൂടുതലായിരിക്കും എന്ന് കണ്ടെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുട്ടികളെ പ്രീ സ്കൂൾ അല്ലെങ്കിൽ അംഗൻവാടികളിലോട്ടൊക്കെ അയക്കേണ്ട ആവശ്യകതയെ പറ്റിയാണ് കാണാൻ പോകുന്നത്. ഒരു കുട്ടിയുടെ ജീവിതകാലം മുഴുവൻ നിലനിൽക്കുന്ന ബേസിക് സ്കിൽസ് വളർത്തിയെടുക്കുന്നതിൽ അംഗൻവാടികൾക്കും പ്രീ സ്കൂളുകൾക്കും ഒക്കെ വലിയൊരു പങ്കുണ്ട്. കുട്ടിയുടെ പേഴ്സണാലിറ്റി ബിൽഡ് ചെയ്യുന്ന സ്കിൽസായ സെൽഫ് ഫീഡിങ്, കമ്മ്യൂണിക്കേഷൻ, ഷെയറിങ് ഇതെല്ലാം ഇവിടെ നിന്ന് പഠിച്ചു വരുന്നു. കൂടാതെ മുതിർന്നവരെ കഴിഞ്ഞും കുട്ടികൾ സമപ്രായക്കാരായ കുട്ടികളെ ഇവിടെ നിന്ന് കാണുന്നത് വഴി അവരെ ഇമിറ്റേറ്റ് ചെയ്യുകയും കുട്ടികളിൽ ഒരുപാട് പോസിറ്റീവ് ചേഞ്ചസ് ഉണ്ടാവുകയും ചെയ്യുന്നു. ഇനി ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് കാണാം. One of the biggest advantages development of language and communication. കുഞ്ഞുങ്ങൾ ടീച്ചേഴ്സും മറ്റു കുട്ടികളും ഒക്കെ ആയിട്ടുള്ള ഇൻട്രാക്ഷൻ വഴി അവരുടെ വൊക്കാബുലറി കൂടുന്നു, അതുപോലെ തന്നെ ലാംഗ്വേജ് സ്കിൽസ് കൂടുന്നു, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പഠിക്കുന്നു, ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യാൻ പഠിക്കുന്നു ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ബെറ്റർ വെൻ എക്സ്പോസ് ടു ഗ്രൂപ്പ് ലേണിംഗ്. ഇനി മറ്റൊരു അഡ്വാൻറ്റേജ് ആണ് ഇമിറ്റേഷൻ. കുട്ടികൾ ഒരുമിച്ച് പാട്ട് പാടുമ്പോഴും ആക്ഷൻസ് ചെയ്യുമ്പോഴും ടീച്ചേഴ്സ് പറയുന്ന കാര്യങ്ങൾ ഫോളോ ചെയ്യുമ്പോഴും എല്ലാം പുതിയ പുതിയ സ്കിൽസ് ആണ് ഡെവലപ്പ് ചെയ്യുന്നത്. ഒരു പെൻ അല്ലെങ്കിൽ പെൻസിൽ എങ്ങനെ ഹോൾഡ് ചെയ്യണം തുടങ്ങി, എങ്ങനെ ഫുഡ് കഴിക്കണം, എങ്ങനെ പുതിയ വാക്കുകൾ പറയണം, എങ്ങനെ ആക്ടിവിറ്റീസ് ചെയ്യണം, ഓരോ ആക്ടിവിറ്റീസും കഴിഞ്ഞ് എങ്ങനെ ക്ലീനപ്പ് ചെയ്യണം, ഹൗ ടു സ്റ്റാൻഡ് ഇൻ എ ലൈൻ, എല്ലാം കുഞ്ഞുങ്ങൾ പരസ്പരം പഠിക്കുന്നു. ദിസ് പിയർ ലേണിംഗ് ആക്സിലറേറ്റ് ഡെവലപ്മെന്റ്. ഷൈ ആയ കുട്ടികൾ അല്ലെങ്കിൽ സംസാരിക്കാൻ കുറച്ച് ഡിലേ ഉള്ള കുട്ടികളൊക്കെ ഇത്തരം ഇൻട്രാക്ഷൻസ് വഴി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുകയും അതുപോലെ തന്നെ നല്ല പ്രോഗ്രസ് കാണിക്കുകയും ചെയ്യാറുണ്ട്. ദിസ് കനോട്ട് ഹാപ്പൻ അറ്റ് ഹോം വെർ പിയർ ഇൻട്രാക്ഷൻ ഇസ് ലിമിറ്റഡ്. ഇനി മറ്റൊരു വലിയ അഡ്വാൻറ്റേജ് ആണ് ലേണിംഗ് ത്രൂ പ്ലേ, നോട്ട് പ്രഷർ. കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാൻ പറ്റുക കളികളിലൂടെയാണ്. അംഗൻവാടികളിലും പ്രീ സ്കൂളിലും ഒക്കെ കുട്ടികൾ പഠിക്കുന്നത് ഫൺ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിലൂടെയാണ്. സ്റ്റോറീസ്, റൈംസ്, പസിൽസ്, ഔട്ട്ഡോർ പ്ലേ ഇതെല്ലാം ഇതിൽ പെടുന്നു. ഈ ആക്ടിവിറ്റികളിലൂടെ കുട്ടിയുടെ ക്രിയേറ്റിവിറ്റി, ലാംഗ്വേജ് സ്കിൽസ്, പ്രോബ്ലം സോൾവിംഗ് സ്കിൽസ്, ഇമാജിനേഷൻ, അറ്റൻഷൻ സ്പാൻ എല്ലാം കൂടുന്നു. ഇനി മറ്റൊന്നാണ് ഷെയറിംഗ് ആൻഡ് സോഷ്യൽ ഇൻട്രാക്ഷൻ. ലേണിംഗ് ടു ബി പാർട്ട് ഓഫ് എ ഗ്രൂപ്പ്. കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം ഷെയറിംഗ് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷേ അംഗൻവാടികളിലൂടെയും പ്രീ സ്കൂളുകളിലൂടെയൊക്കെ കുട്ടികൾ പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും ഇല്ലാതെ നാച്ചുറലായിട്ട് തന്നെ ഷെയറിംഗ് പഠിക്കുന്നു. അവരവരുടെ ടോയ്സ് ഷെയർ ചെയ്യുന്നു, ഫുഡ് ഷെയർ ചെയ്യുന്നു, മറ്റൊരു കുട്ടിക്ക് സ്പേസ് കൊടുക്കാനും അറ്റൻഷൻ കൊടുക്കാനും എല്ലാം പഠിക്കുന്നു. ഇത്തരത്തിലുള്ള ഇവരുടെ ഇൻട്രാക്ഷൻ കുട്ടികളെ മറ്റുള്ളവരെ റെസ്പെക്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ കോപ്പറേഷൻ, പേഷ്യൻസ്, എമ്പതി, ടേൺ ടേക്കിംഗ് സ്കിൽസ് മുതലായവയും പഠിപ്പിക്കുന്നു. മറ്റൊന്നാണ് അംഗൻവാടി പഠിക്കുന്ന കുട്ടികൾക്ക് പോഷകാഹാരം, അതുപോലെ തന്നെ ഹെൽത്ത് ചെക്കപ്പ്, ഗ്രോത്ത് മോണിറ്ററിംഗ്, കറക്റ്റ് സമയത്തുള്ള കുത്തിവയ്പ്പുകൾ എല്ലാം ലഭിക്കുന്നു. കൂടാതെ പല അമ്മമാരുടെ ഒരു പരാതിയാണ് വീട്ടിൽ നിന്ന് കുട്ടിക്ക് ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയാണെന്നുള്ളത്. ഇതേ കുട്ടികൾ തന്നെ അവരുടെ പിയർ ഗ്രൂപ്പിനോടൊപ്പം നന്നായിട്ട് ആഹാരം കഴിക്കുന്നു. ഇതുവഴി അവർക്ക് പ്രോപ്പർ ന്യൂട്രീഷൻ ലഭിക്കുകയും അവരുടെ ഗ്രോത്തിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇനി മറ്റൊന്നാണ് സെൽഫ് ഫീഡിംഗ് സ്കിൽസ്. കുട്ടികൾ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുന്നത് വഴി അവരെ തന്നെ ഫീഡ് ചെയ്യാൻ വേണ്ടി പഠിക്കുന്നു. ഈ റൂട്ടീൻ കുട്ടിയുടെ ഹാൻഡ് ഐ കോർഡിനേഷൻ കൂട്ടുന്നു, ഫൈൻ മോട്ടോർ സ്കിൽസ്, ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സ് എല്ലാം ഇംപ്രൂവ് ചെയ്യുന്നു. ഒപ്പം അച്ചടക്കവും വൃത്തിയും അവർ പഠിക്കുന്നു. ഇനി ഇതെല്ലാം എന്തിലേക്ക് നയിക്കുന്നു? പ്രിപ്പയറിംഗ് ഫോർ സ്കൂൾ. കോൺഫിഡൻറ്റ്, റെഡി ആൻഡ് ഇൻഡിപെൻഡൻറ്റ്. ക്ലാസ്സിൽ എങ്ങനെ ഇരിക്കണം, എങ്ങനെ ഫോക്കസ് ചെയ്യണം, ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ ഫോളോ ചെയ്യണം, മറ്റു കുട്ടികളായിട്ട് കംഫർട്ടബിൾ ആയിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യണം, ഇത്തരത്തിലുള്ള സ്കിൽസ് എല്ലാം കുട്ടികൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഇനി ടീച്ചർമാരോടാണ് പറയാനുള്ളത്, നിങ്ങളുടേത് കുട്ടിയെ പഠിപ്പിക്കുന്ന ഒരു സ്ഥലം മാത്രമല്ല, ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റ് മോണിറ്റർ ചെയ്യാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് പ്ലേസും കൂടെയാണ് നിങ്ങളുടേത്. എല്ലാ ദിവസവും കുട്ടിയെ അടുത്ത് കണ്ടും കളികളിലും ഭക്ഷണ സമയത്തും ഒക്കെ അവരെങ്ങനെയാ പെരുമാറുന്നതെന്ന് ശ്രദ്ധിച്ചും അധ്യാപകർക്ക് മറ്റാരെക്കാളും വേഗത്തിൽ ഡെവലപ്മെന്റ് ഡിലേ തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെ ഏതെങ്കിലും കുട്ടിക്ക് ഡിലേ ഉണ്ടെന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് തന്നെ പാരൻസിനെ അറിയിക്കുക. പാരൻസിന് പ്രോപ്പറായിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസ് നൽകുക. ശരിയായ സമയത്തുള്ള ഇന്റർവെൻഷൻ കുട്ടിയുടെ ഫ്യൂച്ചർ തന്നെ മാറ്റാൻ സാധിക്കും. ഇനി പാരൻസിനോടാണ് പറയാനുള്ളത്, ടീച്ചേഴ്സ് അങ്ങനെ എന്തെങ്കിലും സൂചിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഭയമൊക്കെ തോന്നാം. പക്ഷെ തിരിച്ചറിയുക, അധ്യാപകർ കുറ്റം പറയുന്നതല്ല, നിങ്ങളുടെ കുട്ടിയെ ഹെൽപ്പ് ചെയ്യാനാണ് അവർ ശ്രമിക്കുന്നത്. സമയോചിതമായ പരിശോധനയും തെറപ്പിയും കുട്ടിയുടെ ഡെവലപ്മെന്റ് വേഗത്തിലാക്കും. കുഞ്ഞുങ്ങളുടെ ഏർലി ഇയേഴ്സ് അവരുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാലമാണ്. ഈ കാലത്ത് പഠിക്കുന്ന കാര്യങ്ങളാണ് അവരുടെ ഭാവി നിർണ്ണയിക്കുന്നത്.